ഹലോ വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിള്ളേർക്ക് പറ്റിയ ഒരു ബ്രേസ്ലെറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഈറനൂലുണ്ടല്ലോ, എലാസ്റ്റിക് പോലത്തെ, അതാണ് എടുത്തിട്ടുള്ളത്. അധികം റേറ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിനും അധികം റേറ്റ് ഒന്നുമില്ല, ആ ഒരു 30-40 ആ ഒരു റേഞ്ചാണ് എല്ലാത്തിനും വരുന്നത്. ഇത് കുട്ടികളുടെ കയ്യിലിടാൻ വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 15-20 വരെ ബീഡ്സ് മതിയായിരിക്കും ഇതിൽ. ഈ ഒരു സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് പിള്ളേരുടെ കയ്യിൽ ഇങ്ങനെ ബാൻഡ്, പിന്നെ ഈവിളായുടെ ബാൻഡ്, അങ്ങനെയൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞിരുന്നു, ഒന്ന് ഉണ്ടാക്കി തരുമോ അമ്മേ, ഇങ്ങനത്തെ എല്ലാ പിള്ളേരുടെ കയ്യിലും ബാൻഡ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെക്കേഷൻ ആണല്ലോ, അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. പിന്നെ നമ്മൾ ഈ ബാൻഡ് കെട്ടുമ്പോൾ സാധാരണ ഒരു കെട്ടിട്ട് നമ്മൾ കൂട്ടി കെട്ടുമല്ലോ, അതുപോലെ കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഒന്ന് ആ ഒരു നൂലുണ്ടല്ലോ, ആ ത്രെഡ് അതൊന്നൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അത് റൗണ്ട് ചെയ്ത് 2-3 വട്ടം റൗണ്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിൽ കെട്ടുമ്പോൾ 2-3 വട്ടം റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടാണെങ്കിൽ അത് ഭയങ്കര സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് പൊട്ടൂല. ഭയങ്കരമായിട്ട് വലിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അത് സൂക്ഷിച്ച് ചെയ്യണം. പക്ഷെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു കെട്ടിയിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ബ്രേസ്ലെറ്റ് കെട്ടുമ്പോൾ അതനുസരിച്ചിട്ട് നൂലും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലൂസാവാതെ അതിരിക്കും. അല്ലെങ്കിൽ നമ്മളത് ഭയങ്കര ലൂസായിട്ട് കെട്ടിപ്പോകും അത്. അപ്പോൾ ഒന്ന് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അടിയിൽ നിന്ന് കൂടി ഇങ്ങനെ വലിച്ചിട്ട് ആക്കുമ്പോൾ കുറച്ചും കൂടി സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എക്സസ് ആയ നൂലുണ്ട്, അത് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഒരു കൊറിയൻ ഫിനിഷിംഗ് ഒക്കെ വരണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഹാങ്ങിങ്സ്, ചാംസ് ഒക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്ലെയിൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതെൻ്റെ കുട്ടിയുടെ കൈമിട്ട് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്തേക്കാം. ഓക്കെ, ബൈ.